എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ 2026 വർഷത്തെ കൂറുഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. എടവക്കൂറ് കാർത്തികയുടെ അവസാനത്തെ 3 പാദം, രോഹിണി നക്ഷത്രം, മകരത്തിലെ ആദ്യത്തെ 2 പാദം. ഈ കൂറുകാർക്ക് ഈ വർഷം ജൂൺ മാസം മുതൽ 3-ൽ വ്യാഴവും 11-ൽ ശനിയും 11-ൽ രാഹുവും നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. പൊതുവെ ഈ കൂറുകാർക്ക് ഈ വർഷം അനുകൂലമായ അനേകം ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായി ഒരു ആശ്വാസം ഉണ്ടാകും. മുൻപുണ്ടായിരുന്ന പല പ്രതിബന്ധങ്ങളും മാറി ഒരു പുതിയ സാമ്പത്തിക അന്തരീക്ഷം ഉണ്ടാവുകയും കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടായിത്തീരുകയും ഗൃഹനിർമ്മാണം മുതലായി നടക്കുകയും വീണ്ടും പുതിയ സുഹൃബന്ധങ്ങൾ, വിദേശവുമായുള്ള ബന്ധങ്ങൾ ഉണ്ടായിത്തീരുക, സമൂഹത്തിൽ തന്നെ ഒരു ഉയർന്ന സ്ഥാനത്തിന് സാധ്യത ഉണ്ടായിത്തീരുക, ഇതെല്ലാം ഈ വർഷം സംഭവിക്കാവുന്നതാണ്. എങ്കിൽ പോലും ആരോഗ്യപരമായ, പ്രത്യേകിച്ചും 50 വയസ്സ് കഴിഞ്ഞവർക്ക് ആരോഗ്യപരമായ കുറച്ച് ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകളോ ഞരമ്പ് സംബന്ധമായ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിത്തീരാനുള്ള ഒരു സാധ്യത കാണുന്നു. പുതിയ സംരംഭങ്ങൾ, ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ഉള്ളത് വികസിപ്പിക്കുന്നതിനുമുള്ള സാധ്യതകൾ കാണുന്നു. എങ്കിലും സ്ത്രീ ജനങ്ങളിൽ നിന്നുള്ള ചില ബുദ്ധിമുട്ടുകളും ഉണ്ടായിത്തീരാൻ സാധ്യതയുള്ളത് കൊണ്ട് വിശേഷിച്ചും ദേവീ ഭജനം, അതും സമുദ്രതീരത്തുള്ള ദേവീക്ഷേത്രങ്ങളിൽ ആരാധന നടത്തുകയും ശബരിമല മുതലായ സങ്കേതങ്ങളിൽ വ്രതസമേതം ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം മുതലായത് ശീലിക്കുകയും ചെയ്താൽ ദോഷഫലങ്ങൾ ഒഴിവാക്കി കൂടുതൽ അനുഭവങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ ഈ കൂറുകാർക്ക് ഈ വർഷം സൃഷ്ടിക്കാൻ സാധിക്കും.